ക്രിസ്ത്യാനോ റൊണാൾഡോയെ കുറിച്ച് ഓർക്കുമ്പോൾ തനിക്ക് സഹതാപമുണ്ടെന്ന് ഇതിഹാസ താരം തിയറി ഹെൻറി. ഇപ്പൊ നിനക്കൊക്കെ സഹതാപം. ഒരു കാലത്ത് അണ്ണന്റെ പേര് കേട്ട എല്ലാ എണ്ണവും വിറയ്ക്കുമായിരുന്നു. അത് വേറെ കാര്യം. പോർച്ചുഗലിന്റെ മധ്യനിര വേൾഡ് ക്ലാസ് ആണ്. ബ്രൂണോ ഫെർണാണ്ടസും വിറ്റീഞ്ഞയൊക്കെ ഉൾപ്പെടെയുള്ള മധ്യനിരയിലേക്ക് പ്രൈം ക്രിസ്ത്യാനോ റൊണാൾഡോയെ പോലെ ഒരു സ്ട്രൈക്കറെ കിട്ടിയിരുന്നെങ്കിൽ കിരീടം എന്തായാലും തളികയിൽ വെച്ച് ലഭിക്കുന്നവണ്ണം ഈസിയായിരുന്നു. പക്ഷേ ഇപ്പം ക്രിസ്ത്യാനോ റൊണാൾഡോയെ പ്രായം തളർത്തി തുടങ്ങി എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കണമെന്നാണ് തിയറി ഹെൻറി പറയുന്നത്. 2010 ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന പ്രൈം റൊണാൾഡോയ്ക്കൊപ്പം ഈ ഒരു മധ്യനിരയെ കിട്ടിയിരുന്നെങ്കിൽ പോർച്ചുഗലിന് കിരീടം നേടുക എളുപ്പമായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് 16 വർഷമായി. ക്രിസ്ത്യാനോയ്ക്ക് പ്രായം 41 ഇപ്പം പോർച്ചുഗീസ് ടീമിൽ സ്റ്റാർട്ടറായിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ ഉണ്ടാകുമോ എന്ന് പോലും ഉറപ്പില്ല. നിലവിൽ പോർച്ചുഗലിന്റെ സ്കോഡ് വേൾഡ് ക്ലാസ് ആണ്, ബാലൻസ്ഡ് ആണ്. ആ സ്കോഡിലെ വീക്ക് ലിങ്ക് ക്രിസ്ത്യാനോ ആണെന്നാണ് തിയറി ഹെൻറി പറയുന്നത്. പുള്ളി പറയുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ സ്റ്റാർട്ടറായിട്ട് ടീമിൽ ഇറങ്ങുന്നത് ഒരു ഡിസഡ്വാൻറ്റേജ് ആയിരിക്കും. കാരണം 41 വയസ്സായ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് പഴയതുപോലെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. വൈകാരികമായി ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് താരങ്ങൾക്ക് പ്രായമാകുന്നു എന്നുള്ള വസ്തുത മറക്കാൻ കഴിയില്ല എന്നാണ് ഹെൻറി പറയുന്നത്. ഒരു പ്രായത്തിനും തളർത്താൻ പറ്റാത്ത മനഃശക്തി അയാൾക്കുണ്ടെന്ന് അയാളുടെ പ്രകടനം കൊണ്ട് അയാൾ ഒരുപാട് തവണ തെളിയിച്ചിട്ടുള്ളതാണ്. പ്രായം അയാളെ സംബന്ധിച്ചിടത്തോളം വെറും അക്കങ്ങൾ മാത്രമാണ്. ഒരുപക്ഷെ ശരീരത്തിനെ പ്രായം തളർത്തിയാലും അയാളുടെ ആത്മാവിനെ, അയാളുടെ ആത്മവിശ്വാസത്തിനെ, അയാളുടെ സമർപ്പണത്തിനെ, സാക്രിഫൈസിനെ ഒന്നും തൊടാൻ ഒരു പ്രായത്തിനും ഒരിക്കലും കഴിയില്ല.